പാലക്കാട് ഒറ്റപ്പാലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഖരമാലിന്യ സംസ്കരണത്തിൽ കോടികളുടെ അഴിമതി എന്ന ആരോപണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടിയതുൾപ്പെടെ അഴിമതി നടത്തിയതായി BJP ആരോപിച്ചു. പ്ലാന്റിലെ പ്രവർത്തനവും BJP പ്രവർത്തകർ തടഞ്ഞു. അരുൺ ചേരുന്നു. അരുൺ പറയൂ. ഒറ്റപ്പാലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മന്ത്രി MP രാജേഷ് പങ്കെടുക്കുന്ന ഒരു പരിപാടി അടുത്ത ദിവസമായി നടക്കുന്നത്. ആ പരിപാടിയിലേക്ക് മണ്ണ് അവിടെ നിന്നും നീക്കം ചെയ്ത സമയത്താണ് മണ്ണിനടിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കണ്ടത്. ഈ ഒറ്റപ്പാലം നഗരസഭയിലെ ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ബയോമൈനിങ് നടത്തുന്നതിന്റെ 2 ഘട്ടങ്ങളിലായി 6 കോടിയോളം രൂപ കരാർ കമ്പനിക്ക് നൽകിയിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാതെ ഈ ജൈവ മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മണ്ണിട്ട് മൂടുകയാണ് ഈ കമ്പനി ചെയ്തിട്ടുള്ളതെന്നും ഇതിൽ വലിയ അഴിമതി ഉണ്ട് എന്നുള്ളതുമാണ് BJP ആരോപിക്കുന്നത്. മാത്രമല്ല മുനിസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഭരണസമിതിയുടെ അറിവോടും അംഗീകാരത്തോടും കൂടിയാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്നും BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P വേണുഗോപാൽ ആരോപിക്കുന്നുണ്ട്. ഈ 3ാം ഘട്ടം ബയോമൈനിങ്ങിന് വേണ്ടി 2,20 ലക്ഷം രൂപ പുതിയ കമ്പനിക്ക് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ പദ്ധതി കൗൺസിൽ വെച്ച് അംഗീകാരം നേടിയെടുക്കാതെ അടിയന്തര പ്രാധാന്യത്തോടെ അംഗീകാരം നൽകിയത് ദുരൂഹമാണ് എന്നതാണ് BJP ആരോപിക്കുന്നത്. കഴിഞ്ഞ പദ്ധതികളെ കുറിച്ച് പുതിയ പദ്ധതിയെ കുറിച്ചൊക്കെ ഇതിൽ പുറകിൽ അഴിമതി ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ വിശദമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം എന്ന ആവശ്യം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ BJP പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഭാഗത്ത് ഈ പ്രവർത്തികൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടവിടെ അത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്രമക്കേട് നഗരസഭ വൈസ് ചെയർമാനും അതുപോലെ തന്നെ നിലവിലുള്ള സെക്രട്ടറി, മുൻ HS എന്നിവർക്കൊക്കെ വ്യക്തമായ പങ്കുണ്ട് എന്നുൾപ്പെടെയാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും അവിടുത്തെ BJP പ്രവർത്തകർ പോയി തടയുമ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ മണ്ണിട്ട് മൂടിയിരിക്കുകയായിരുന്നു. ബയോമൈനിങ്ങിന് വേണ്ടി, അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് മറ്റ് ജൈവ മാലിന്യങ്ങളും മറ്റൊക്കെ വേർതിരിക്കുന്ന ആ ബയോമൈനിങ് എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രം 6 കോടിയോളം രൂപ ആദ്യം വകയിരുത്തുന്നു. പിന്നീട് അതിന് കൂടുതലായിട്ട് 2 കോടിയിലേറെ രൂപ നൽകുന്നു. എന്നിട്ടും ഈ മാലിന്യങ്ങൾ ഇവിടെ മണ്ണിട്ട് മൂടിയിരിക്കുന്നു, അതായത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മണ്ണിട്ട് മൂടിയിരിക്കുന്നു എന്നുള്ളതിന്റെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിടെ നടത്തുന്നിരുന്ന പ്രവൃത്തി ഏറെ ദുരൂഹമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായും അതല്ലാതെയും ഒക്കെ ഉള്ള വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഒറ്റപ്പാലത്തെ BJP. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.